15 കണ്ടെയ്നർ സാധനങ്ങൾ നമുക്ക് രാജസ്ഥാനിൽ പോന്നിട്ടുണ്ട്. ഹലോ നമസ്കാരം, ജംഷിയാണ് റോക്സ്ലമാർന്ന്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോണത് ആസ്പർ മെറ്റീരിയൽ ബെറ്റർ ആയിട്ടാണ്. അത് നമുക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഫോളോ ചെയ്താലും അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ആസ്പറിൽ വരുന്ന സൂപ്പർ മെറ്റീരിയലാണ്. അതായത് ഫില്ലിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്രഷ് ലോട്ടാണ്. നല്ല കറക്റ്റ് ലൈൻസ്, ഷാർപ്പ് ലൈൻസ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കോട്ട്സിന്റെ അളവും കുറവാണ്. സാധാരണ ആസ്പറിലൊക്കെ കുറച്ച് വൈറ്റ് കോട്ട്സ് ഉണ്ടായാലും ഇതിൽ ചെറിയ ചെറിയ വൈറ്റ് കോട്ട്സും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആസ്പർ മെറ്റീരിയൽ നമുക്ക് സ്റ്റോക്ക് വരുന്നത് 1550 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഇതിന്റെ സൈസ്, ഒരു സ്ലാബിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വീതി വരുന്നത് നമുക്ക് 4.5 അടി വീതി വരുന്നുണ്ട്. അതായത് 54 ഇഞ്ച്, 54 ഇഞ്ച് വീതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നീളം വരുന്നത് നമുക്ക് 8 അടി നീളം വരുന്നുണ്ട്. 102 ഇഞ്ച്, 102 ഇഞ്ച് കുറച്ച് പുറത്തേക്കാണ്, എന്നാൽ 102 ഇഞ്ച് ഇതിന്റെ നീളം വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സൈസാണ്. നമ്മള് കുഴപ്പമില്ലാത്തൊരു വീട്ടിലെ ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് ഒക്കെ വളരെ കുറവുണ്ടാവുമ്പോൾ. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈൻസ് കണ്ടില്ലേ, നമ്മൾ ഡയമണ്ട് ഡിസൈൻ ആക്കി സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഈ ലൈൻസ് കണ്ടില്ലേ, സ്കെയില് വെച്ച് വരച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ലൈൻസ് ആണ് ഇതിന് വന്നിട്ടുണ്ട്. അത്രയും നമുക്ക് ഷാർപ്പ് ആക്കി ഡയമണ്ട് ഡിസൈൻ സെറ്റ് ആക്കാൻ കഴിയും. പിന്നെ വേരിയേഷൻ കാര്യം, ആസ്പറിന് സാധാരണ ചെറിയ വേരിയേഷൻ വരലുണ്ട്. അങ്ങനെ ഒരു വേരിയേഷന് കൂടുതലായിട്ട് ഇല്ലാത്തൊരു കല്ലാണ്. ഇപ്പൊ കളറിന്റെ ഒരേ പാറ്റേൺ തന്നെ നമുക്ക് അതിന്റെ ലൈൻസും കാര്യങ്ങളും കൂടുതൽ വേരിയേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയമണ്ട് ഡിസൈൻ കറക്റ്റ് സെറ്റ് ആക്കി എടുക്കാൻ കഴിയും. അതിന് ചെറിയ സിറ്റ് ഔട്ട് ആണെങ്കിലും സിറ്റ് ഔട്ടിൽ നമുക്ക് ഡയമണ്ട് ഡിസൈൻ കട്ട് ചെയ്ത് കണ്ട് സൈസ് ആക്കി എടുത്തുകൊണ്ട് ഡയമണ്ട് ഡിസൈൻ ഒപ്പിക്കാൻ കഴിയും. പിന്നെ ഈ ആസ്പർ മാർബിൾ സാധാരണ എടുക്കല് കൂടുതൽ സാധാരണക്കാരാണ്. അതായത് ഒരു ടൈല് എടുക്കുന്ന റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ റേറ്റ് ഇപ്പൊ ആകെ നമുക്ക് വരുന്നത് 80-82 രൂപ രീതിയിലുള്ള റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിൽ ടൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലാറ് പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല നാച്ചുറൽ സ്റ്റോൺ ആണ്, കൃത്രിമമായിട്ട് ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ചെറിയ പല ആൾക്കാർക്കും കാലുവേദന കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരു ടൈലുമ ചോട്ടി അങ്ങനെയൊക്കെ വരുന്ന പറയണില്ല. നമ്മൾ ഓരോ ആൾക്കാർ നമ്മളോട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇത് അതായത് ടൈല് ചെയ്യണ അതേ റേറ്റ്. ഇപ്പൊ ഇത് ഈ ഒരു 80 റുപ്യന്റെ അല്ലെങ്കിൽ 82 റുപ്യന്റെ മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 5.3 ടൈല് ചെയ്യുന്ന അതേ എക്സ്പെൻസ് നമുക്ക് ഇതിന് വരുള്ളൂ. 5.3 ടൈല് കമ്പയർ ചെയ്തിട്ട് വരരുത്. കാരണം 5.3 50 റുപ്യ, 55 റുപ്യ, 48 റുപ്യ 5.3 ടൈലിന് റേറ്റ് വരുന്നുള്ളൂ. കമ്പയർ ചെയ്യുന്ന സമയത്ത് അതായത് ടൈൽസിന്റെ പണിക്കാരനെ കൊണ്ടുപോയിക്കാണ്ട് വീട് മൊത്തം അളവ് പിടിപ്പിച്ച് കണ്ട് ടൈൽസിന് കൊട്ടേഷൻ അടിക്കണം. ഇതിന് എത്ര ഗമ്മ് വരും, ഇതിന് ടൈൽസ് എത്ര റുപ്യന്റെ ടൈല് വേണ്ടി വരും, എത്ര റുപ്യന്റെ അപ്പോക്സി വേണ്ടി വരും, ഗമ്മ് എത്ര റുപ്യന്റെ വേണ്ടി വരും, പിന്നെ ലെവല് പിടിച്ച് തേക്കാനുള്ള കൂലി കാര്യങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ അടുത്തുനിന്നല്ല, ഏത് ആ മാർബിളിന്റെ ആളെടുത്തു ഒരാളെ കൊണ്ടുപോയിക്കാണ്ട് അവരെ കൊണ്ട് ആ വീട് അളവ് പിടിപ്പിച്ചുകൊണ്ട് കൊട്ടേഷൻ അടിക്കുക. ഈ മാർബിൾ എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും, അതിന്റെ പണിക്കൂലി എത്ര വേണ്ടി വരും, അതിന് അഡീഷണൽ സാധനങ്ങൾ എത്രത്തോളം വേണ്ടി വരും, മൊത്തം കൊട്ടേഷൻ ഇട്ടിട്ട് കമ്പയർ ചെയ്യാം. നമ്മൾ ഒരിക്കലും സാധനത്തിന്റെ വില മാത്രം നോക്കിയാണ്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇത് 80 റുപ്യ, അത് 50 റുപ്യ കയറാം, 30 റുപ്യന്റെ മാറ്റം ഫീൽ ചെയ്യും. ടൈൽസുമ്പോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വില കൂടെ സാധനത്തിന്റെ മെറ്റീരിയലല്ല, ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഗമ്മും കാര്യങ്ങളും അപ്പോക്സും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴാണ് ടൈൽസ് മാർബിളിന്റെ അതേ റേറ്റ് തന്നെ എത്തുക. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മെസ്സേജ് കാണില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ മെസ്സേജ് റീപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചില്ല. അപ്പൊ നമ്മളെ കോൾ ലിസ്റ്റിൽ ആരെങ്കിലും മിസ് കോൾ വരും, അങ്ങനെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും. ചില മെസ്സേജുകളൊക്കെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് റീപ്ലൈ കൊടുത്ത അവസ്ഥയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കാണൂല, ഒരുപാട് മെസ്സേജുകൾ അടിക്കടിക്ക് പോയിക്കും. പിന്നെ ഒരു ഇരുന്നിങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ 2 ദിവസം മുമ്പത്തെ മെസ്സേജിനൊക്കെ നമ്മൾ റീപ്ലൈ കൊടുക്കുക. അപ്പോ അഥവാ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ആ മിസ് കോൾ കാണും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏകദേശം 15 കണ്ടെയ്നർ സാധനങ്ങൾ നമുക്ക് രാജസ്ഥാനിൽ പോന്നിട്ടുണ്ട്. ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തി തുടങ്ങും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ.